ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം ഒരു 11 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. ഒരു ചാനലിൽ ഇങ്ങനെ മിളകഞ്ചാറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു കേട്ടോ. അപ്പോൾ ഈ പുളിയൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കൊതി തോന്നി കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഉണ്ടാക്കണ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എന്തോ എനിക്ക് ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിച്ചു നോക്കണം എന്ന് തോന്നി കേട്ടോ. ഈ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കഴിച്ചു നോക്കണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ ഈ മുളകും ചാറ് എന്ന് പറയും തോന്നുന്നു കേട്ടോ. ആ ചേച്ചി അതിൽ എന്താ പറഞ്ഞതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു സംഭവം. അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കണത്. എനിക്ക് ഈ ഒരു ഇഷ്ടമായതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചട്ടി വെച്ചു, അതൊന്ന് ചൂടാവണ വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് ഓയിൽ ഉള്ളവർക്ക് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉള്ളവർക്ക് വെളിച്ചെണ്ണ എടുക്കാം. ഇത് ശരിക്കും ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും ഈ ഒരു ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ. ഇപ്പോഴുള്ള ഒരു സംഭവമായതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ വായിക്ക് ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുളി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെയാണെന്ന് വെച്ചാൽ കൂടുതലും ഞാനത് പ്രിഫർ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ഞാൻ എന്താ ഇട്ടിട്ടുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില നമ്മൾ മേടിക്കാറൊന്നുമില്ല, പുറത്തുനിന്ന് കറിവേപ്പില മേടിക്കാറൊന്നുമില്ല കേട്ടോ. നമ്മൾ വീട്ടിലുള്ളത് തന്നെയാണ്. വീട്ടിൽ കറിവേപ്പിലയുടെ മരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി മൂക്കണ്ട, കുറച്ച് ഒന്ന് ആയാൽ മതി. കുറച്ചൊന്ന് ചൂടായിട്ടൊന്ന് വല്ലാണ്ട് ബ്രൗൺ കളർ ആവണമെന്നില്ല. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടണം കേട്ടോ. ഇപ്പം ഞാൻ ഈ മുളക് പൊടി എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടിപ്പോയി ചെറുതായിട്ട്, കുറച്ച് അധികമല്ല, കുറച്ച് കൂടിപ്പോയി. പിന്നെ നമ്മൾ ഒരു ഉണ്ട പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് നേരം മുന്നേ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടാൽ മതി. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടണം. കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു സംഭവം വെച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി, മുളക് പൊടി ഇത്തിരി കൂടിപ്പോയി. എനിക്ക് അടുത്തുകൂടെ പോലും പറ്റാത്തൊരു സംഭവമാണ് മിളക് എന്ന് പറയണത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കൂടിപ്പോയി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എന്താ പറയുക, മറ്റേ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു ഉണ്ട പുളി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത്, അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം കേട്ടോ. കുറച്ചധികം നേരം ഒന്ന് തിളയ്ക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ മനസ്സിലാവും. ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ അതിലേക്ക് ഉപ്പും കാര്യങ്ങളും ഇടാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുളക് ഇത്തിരി കൂടിപ്പോയി എന്ന്. പിന്നെ നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളമല്ല, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പം ഞാനിത് കണ്ടത് നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് ചാനലില്ലേ, യൂട്യൂബ് ചാനൽ, അതിൽ ആ ചേച്ചി ഉണ്ടാക്കണ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ചേച്ചി 2-3 ദിവസം മുന്നേ കേട്ടോ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്നലെയാണ് പക്ഷേ ആ വീഡിയോ കാണുന്നത്, ഞാൻ ഇന്നലെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ പറയാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കുറച്ചൊന്ന് എന്താ പറയുക, ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ് കേട്ടോ. കുറച്ച് ശർക്കര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഉരുകണ വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെയാണ് ഞാൻ ആ ഒരു വീഡിയോ കാണുന്നത് കേട്ടോ. ആ ചേച്ചിയുടെ ഉപ്പുമുളകും ലൈറ്റ് ചാനലിലത്തെ ആ ഒരു വീഡിയോ എന്നെ ഇട്ടിട്ടുള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. 1 day അതോ 2 day ആയിട്ടുള്ള ആൾ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ, അതിലുണ്ടായിരുന്നതാണ് ഈ ഒരു റെസിപ്പി. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഇന്നലെ രാത്രി കേട്ടോ ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വായിലൊക്കെ വെള്ളമൊക്കെ വന്നിട്ട്, എന്തോ എനിക്ക് ഈ ഒരു പ്രഗ്നൻ്റ് ആയൊരു ടൈമിൽ എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, പുളിയായിട്ടുള്ള ഏത് കറിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെറുതെ ഇരുന്ന് ചിലപ്പോൾ കഴിച്ചു എന്നൊക്കെ വരും കേട്ടോ. ഇപ്പോൾ മീൻ കറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ
പുളി വെച്ചിട്ട് എന്തും എന്താ പറയുക ചമ്മന്തി ആയിക്കോട്ടെ. ഇപ്പം ചമ്മന്തി വരെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പുളിയാണ് കൂടുതലിടുക അതിൽ. അല്ലാണ്ട് ചുവന്നുള്ളിയല്ല ഞാൻ കൂടുതലിടുക, പുളിയാണ് ഞാൻ കൂടുതലിടുക. എന്തോ എനിക്ക് പുളിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഉണ്ടാക്കി നോക്കി കഴിക്കന്നെ വേണം എന്നുള്ളൊരു ഇതായിട്ടോ. അതിപ്പോൾ ഈ ഒരു സമയമായ കാരണം നല്ല കൊതിയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു സംഭവം ശർക്കര ഉരുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് ആള് കുറച്ച് വേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്, അത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ആള് ചെയ്യുന്ന അതേ പടി കേട്ടോ ഞാൻ ഇതിൽ ചെയ്യുന്നത്. അതേ നമ്മുടെ മിളകും ചാറ് ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കളറ് കണ്ടാൽ തന്നെ, കളറ് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഇത്തിരി ഒരു കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അമ്മാമ്മയ്ക്ക് കൊടുത്തപ്പോൾ പറഞ്ഞു വായിക്ക് ചൊടിയില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇത് നന്നായി. ഇപ്പം നമുക്ക് എന്ത് കറി ഇപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കണ കാര്യം, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണ കാരണം, ഇപ്പോൾ ജോലിക്ക് പോണവർക്കായാലും അവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ വല്ലാണ്ട് ചൂടാറൊന്നും വേണ്ട കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പച്ച വെളിച്ചെണ്ണയില്ലേ, പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. നമുക്കിത് നല്ല സൂപ്പറായിട്ട് ചോറിൻ്റെ കൂടെ എന്ത് വെള്ളം കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ അതേ ഇതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അമ്മാമ്മയുടെ ഒരു ഇത് കാണിക്കാം. ഒരു 12:30 ആകുമ്പോഴേക്കും നമ്മുടെ ഈ റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ 1 മണിയായിട്ടാണ് ഞാൻ അമ്മാമ്മയ്ക്ക് കൊടുത്തത്. ആ 1 മണിയായുള്ള ഒരു ഇതാട്ടോ ഇത് കാണുന്നത്. നമുക്ക് അമ്മാമ്മയുടെ ചോദിച്ചു നോക്കാം അമ്മാമ്മയുടെ അടുത്ത്. അപ്പം നമ്മുടെ മറ്റേ മിളകും ചാറ് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് കൊടുക്കണത് അമ്മാമ്മയ്ക്കാണ് കേട്ടോ. അപ്പം അമ്മാമ്മയോട് ചോദിച്ചു നോക്കാം, നമുക്ക് ടേസ്റ്റ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം കേട്ടോ. അമ്മമ്മ എങ്ങനെയുണ്ട്? തെറ്റില്ല, നന്നായിട്ടില്ലേ? നല്ല രസമല്ലേ? രസമൊക്കെ ഉണ്ട്. പുളിയേ പുളിയാണ് ഇതിൽ മെയിനായിട്ട്. അപ്പോൾ അതേ അമ്മാമ്മയുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അമ്മാമ്മ. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കാൻ പോകണുള്ളൂ. ഇപ്പോൾ സമയം 1 മണിയായിട്ടുള്ളൂ. ഞാൻ 1:30 ആകുമ്പോഴേ ഫുഡ് കഴിക്കുള്ളൂ. ഞാനപ്പോൾ ഈ ഒരു ചാനലിൽ ഞാൻ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കണം. എനിക്കെന്ന് പറയുമ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളി എന്ന് പറയണത്. അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഈ സംഭവം ഞാൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഉണ്ടാക്കി എനിക്കത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വായിൽ ഭയങ്കരമായിട്ട് ഇതൊക്കെ വന്നു. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഉണ്ടാക്കണത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്, വലിയ ഇതായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു റെസിപ്പിയുടെ വീഡിയോ ആട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.